ഇന്ന് നമുക്കൊരു ബോട്ടിലിൽ എങ്ങനെ സിമ്പിൾ ഡീകൂപ്പേജ് ചെയ്യാമെന്ന് നോക്കാം. നമുക്ക് ആവശ്യമുള്ളത് ഒരു ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫെവിക്രിലിൻ്റെ അക്രിലിക് വൈറ്റ് പെയിൻ്റാണ്. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബോട്ടിലിൽ ബേസ് കോട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ബേസ് കോട്ട് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് പെയിൻറ്റ് ബ്രഷിന് പകരം സ്പോഞ്ചാണ്. പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാടുകൾ വരാൻ, ആ ബ്രഷിൻ്റെ പാടുകൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടാനായിട്ട് എപ്പോഴും നല്ലത് സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് ഈ പെയിൻറ്റ് പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ്, ബോട്ടിലേക്ക് പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഒരു ബോട്ടിലിന് നമുക്ക് ഏകദേശം ഒരു 2 to 3 കോട്ട് ഓഫ് പെയിൻറ്റ് നമുക്ക് ആവശ്യമുണ്ടാവും. ഇവിടെ ഞാനിപ്പോൾ ഫസ്റ്റ് കോട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അത് ഉണങ്ങിയതിന് ശേഷം മാത്രം സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മാത്രം തേർഡ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോട്ടിൽ ഏകദേശം ഇതുപോലെ ഉണ്ടാവും. നമുക്ക് ടോട്ടൽ വേണ്ടത് 3 കോട്ടാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി 2 കോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 3 കോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബോട്ടിലിന് ഇത്ര ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടും. ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ ഡിസൈൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഡീകൂപ്പേജ് ടിഷ്യൂസാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഈ ഡീകൂപ്പേജ് ടിഷ്യൂസ് ഓൾമോസ്റ്റ് എല്ലാ ക്രാഫ്റ്റ് സ്റ്റോറിലും നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. ആദ്യമേ നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ വേണം ഈ ഡിസൈന് ബോട്ടിലിൽ എങ്ങനെ വരണം എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ടിഷ്യൂവിൽ നിന്ന് ഡിസൈൻസ്. ഞാനിവിടെ ഇപ്പോൾ എളുപ്പത്തിന് വേണ്ടി സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ടിഷ്യൂ കട്ട് ചെയ്തെടുക്കുകയാണ്. പെർഫെക്ഷൻ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഈ ടിഷ്യൂ കട്ട് ചെയ്തെടുക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഡിസൈനിന് ചുറ്റിനും ഒരു ബ്രഷ് വെള്ളത്തിൽ നന്നായിട്ട് മുക്കിയിട്ട് ആ ബ്രഷ് വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബ്രഷ് വെള്ളത്തിൽ മുക്കുക, അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഡിസൈനിന് ചുറ്റിനായിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. ഇനി നിങ്ങൾ ആ കൊടുത്ത ഔട്ട്ലൈനിൽ കൂടെ ആ ടിഷ്യൂ ഒന്ന് കീറിയെടുക്കുക. ഇങ്ങനെ നമ്മൾ വെട്ടിയെടുത്താൽ മാത്രമേ, അല്ലെങ്കിൽ ഇങ്ങനെ കീറിയെടുത്താൽ മാത്രമേ നമുക്ക് ഈ ടിഷ്യൂ ബോട്ടിലിലേക്ക് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. നമ്മൾ സിസേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടി ഒട്ടിച്ചൊരു ഫീലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് വെള്ളം ഇതുപോലെ നനച്ച് ആ ഒരു ഡിസൈനിന് ചുറ്റിനും ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് അതിൽ കൂടെ നമുക്ക് കീറിയെടുക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ ഡിസൈൻ ബോട്ടിലിൽ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ആ ഡിസൈൻ എല്ലാം നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ കൈകൾ വെച്ച് കീറി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഡിസൈൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ എപ്പോഴും ഡീകൂപ്പേജ് ടിഷ്യൂ യൂസ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇതിന് 2 ലെയർ ഉണ്ടായിരിക്കും. നിങ്ങൾ ഒട്ടിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ബോട്ടിലേക്ക് ഈ ടിഷ്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് താഴത്തെ ലെയർ ഒന്ന് ഇങ്ങനെ പീൽ ഓഫ് ചെയ്ത് മാറ്റണം. എന്നാൽ മാത്രമേ ഒരു തിൻ ലെയർ ഓഫ് ടിഷ്യൂ നമുക്ക് കിട്ടത്തുള്ളൂ. അതൊട്ടിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ എപ്പോഴും അതിൻ്റെ താഴത്തെ ലെയർ എപ്പോഴും മാറ്റാനായിട്ട് ശ്രദ്ധിക്കണം. താഴത്തെ ലെയർ മാറ്റുമ്പോൾ നമുക്കിങ്ങനെ ഒരു തിൻ ലെയർ ഓഫ് ടിഷ്യൂ കിട്ടും. ഇനി ഞാൻ നേരത്തെ സിസേഴ്സ് വെച്ച് വെട്ടിയെടുത്തത് കൊണ്ട് അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടാനായിട്ട് ഞാനിപ്പോൾ അതിൻ്റെ അറ്റത്തായിട്ട് കുറച്ച് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിലെ കൂടെ ആ ടിഷ്യൂ ഒന്ന് പിച്ച് കീറിയതുപോലെ എടുക്കാം.
എന്നാൽ മാത്രമേ നമ്മൾ ബോട്ടിലിലേക്ക് ഈ ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ആ ബോട്ടിലുമായിട്ട് ആ ടിഷ്യൂ ചേർന്നിരിക്കത്തുള്ളൂ. ഇനി കുറച്ച് ഗം എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഫെവിക്കോളിൻ്റെ ഗ്ലൂ ആണ്. ആ ഗ്ലൂവിലേക്ക് ഒരു 3-4 ഡ്രോപ്സ് അല്ലെങ്കിൽ 3 ഡ്രോപ്പ് വാട്ടർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ വാട്ടറും ഗ്ലൂവും കൂടെ നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി ഈ മിക്സ് ചെയ്ത ഈ ഒരു മിക്സ്ചറാണ് നമ്മുടെ ഡീകൂപ്പേജ് ടിഷ്യൂ ഒട്ടിക്കാനായിട്ട് നമ്മൾ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എവിടെയാണോ നമ്മൾ ടിഷ്യൂ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതായത് ബോട്ടിലിൽ എവിടെയാണോ ഡിസൈൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അവിടെ നമുക്ക് ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ടിഷ്യൂ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ സൂക്ഷിച്ച് വേണം അത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. വളരെ തിൻ ലെയർ ഓഫ് ടിഷ്യൂ ആയതുകൊണ്ട് സൂക്ഷിച്ച് വേണം അത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നിങ്ങൾ ടിഷ്യൂ അപ്ലൈ ചെയ്യുന്നിടത്ത് നന്നായിട്ട് ഗം ഗ്ലൂ കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം പതിയെ ടിഷ്യൂ എടുത്ത് ആ കുപ്പിയിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഫിംഗർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂ എടുത്ത് അറ്റത്തൊക്കെ നമുക്ക് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതായത് ആ കുപ്പിയും ആ ടിഷ്യൂവായിട്ട് നന്നായിട്ട് ചേർന്നിരിക്കുന്നത് പോലെ, അതായത് ആ കുപ്പിയിൽ തന്നെ ഒരു ഡിസൈൻ എന്ന് തോന്നിപ്പിക്കുന്നത് പോലെ വേണം നമ്മൾ ആ ടിഷ്യൂ കുപ്പിയിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. വളരെ സൂക്ഷിച്ച് മാത്രം, പതിയെ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് കീറിപ്പോവാനും അതിൻ്റെ ഇടയ്ക്ക് ചുളുക്കം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് പതിയെ കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അറ്റത്തൊക്കെ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കൊന്നും എയർ ബബിൾസോ അല്ലെങ്കിൽ ചുളുക്കോ വരാതെ ശ്രദ്ധിക്കണം. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ആ ഡിസൈനിന് മുകളിൽ കൂടെ ഈ ഗ്ലൂവിൻ്റെ മിക്സ്ചർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആ ഡിസൈൻ നന്നായിട്ട് ബോട്ടിലുമായിട്ട് ചേർന്നിരിക്കുന്നത് പോലെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബോട്ടിൽ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇനി ആ മുകൾ ഭാഗം കുറച്ച് പ്ലെയിൻ ആയതുകൊണ്ട് ഞാൻ അവിടെ കുറച്ച് ത്രെഡ് ചുറ്റി കൊടുക്കുവാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് പേപ്പർ ത്രെഡാണ്. ഇത് നിങ്ങൾക്ക് ക്രാഫ്റ്റ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. അധികം കോസ്റ്റ്ലി ഒന്നുമല്ല. ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നെക്കൊന്ന് ചുറ്റി കൊടുക്കാനാണ്. ആ നെക്ക് ഭാഗം കവർ ആവുന്നത് പോലെ ഒന്ന് ചുറ്റി കൊടുക്കാനാണ്. ഞാനിവിടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിൽ നിന്ന് ത്രെഡ് നമുക്ക് ചുറ്റി കൊടുക്കാം. ആ ബോട്ടിലിൻ്റെ നെക്ക് ഫുൾ കവർ ആവുന്നത് പോലെ നമുക്ക് ത്രെഡ് ചുറ്റി കൊടുക്കാം. ബോട്ടിലിൻ്റെ നെക്ക് കവറായി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് ആ ത്രെഡ് പതിയെ കട്ട് ചെയ്തെടുക്കാം. ഇതിനായിട്ട് നമ്മൾ ഏകദേശം ബോട്ടിലിനൊക്കെ കവറായി കഴിയുമ്പോഴത്തേക്കിനും ആ തീരുന്നിടത്തായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. ത്രെഡ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ഗ്ലൂ അവിടെ അപ്ലൈ ചെയ്തിട്ട് ആ ത്രെഡ് നന്നായിട്ട് ബോട്ടിലുമായിട്ട് ചേർത്ത് വെച്ച് കൊടുക്കാം. ഇനി ഞാൻ അതിന് താഴെയായിട്ടൊരു ബോ ആണ് കൊടുക്കുന്നത്. അതിന് നമുക്ക് ഈ സെയിം ത്രെഡ് തന്നെ യൂസ് ചെയ്യാം.
നമുക്ക് ആവശ്യത്തിന് ലെങ്ത് അനുസരിച്ചുള്ള ത്രെഡ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മളിപ്പോൾ ചുറ്റിയ അതിന് താഴെയായിട്ട് ഒരു കെട്ടിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മൾ സാധാരണ ബോ കെട്ടുന്നത് പോലെ തന്നെ ഒരു ബോ അവിടെ കെട്ടിക്കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. നമ്മളുടെ ബോട്ടിൽ ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ബോ ഒന്ന് പെർഫെക്റ്റ് ആക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇതിന് കൂടുതൽ പെർഫെക്ഷൻ കിട്ടാനായിട്ട് ഞാനിവിടെ മോഡ് പഡ്ജ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മോഡ് പഡ്ജിൻ്റെ ഉദ്ദേശം ആ ഒരു ബോട്ടിലിന് നല്ലൊരു ഗ്ലേസിങ് കിട്ടാനും അതിനാവശ്യത്തിന് പെർഫെക്ഷൻ കിട്ടാനുമായിട്ടാണ് നമ്മൾ ഈ മോഡ് പഡ്ജ് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഗ്ലൂവിൽ ചെയ്തതുപോലെ തന്നെ ഒരു 2 to 3 ഡ്രോപ്സ് ഓഫ് വാട്ടർ നമുക്ക് ഈ മോഡ് പഡ്ജിലേക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത പോലെ തന്നെ മോഡ് പഡ്ജ് നമ്മൾ ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടിലിന് മുകളിലായിട്ട് മുഴുവൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ചെയ്തിരിക്കുന്ന എല്ലാ ഡിസൈൻസിൻ്റെ മുകളിലായിട്ട് മോഡ് പഡ്ജ് ബ്രഷ് യൂസ് ചെയ്തിട്ട് വളരെ പതുക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബോട്ടിലിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ നന്നായിട്ട് മോഡ് പഡ്ജ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങാൻ വയ്ക്കാം. ഉണങ്ങി കഴിയുമ്പോൾ നമ്മുടെ ബോട്ടിൽ ഏകദേശം ഇതുപോലെ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡീകൂപ്പേജ് മെത്തേഡാണ്. ഇങ്ങനെ നമുക്ക് ഏത് സൈസിലും ഷേപ്പിലും ഉള്ള ബോട്ടിലിൽ നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.